6 വർഷത്തോളം മാർപ്പാപ്പായുടെ ഊട്ടുമുറി ഒരുക്കിയിരുന്നവരിലൊരാൾ മലയാളി കന്യാസ്ത്രീയാണ്. മാനന്തവാടി രൂപതയിൽ നിന്നുള്ള ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സഭാംഗം സിസ്റ്റർ ഫിലോ DC ഇപ്പോൾ മണിപ്പൂരിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ആ അനുഭവങ്ങൾ സൺഡേ ഷാലോം ഓൺലൈനിന് വേണ്ടി പങ്കുവെക്കുന്നത് കേൾക്കുക. എൻ്റെ പേര് സിസ്റ്റർ ഫിലോമിന ചെറുപ്ലാവിൽ. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ എന്ന സന്യാസ സഭയിലെ ഒരംഗമാണ് ഞാനിപ്പോൾ നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിൽ സേവനം ചെയ്തു വരുന്നു. ദൈവകൃപയാൽ 2012 ഒക്ടോബർ മാസം മുതൽ 2019 ഒക്ടോബർ മാസം വരെ റോമിലെ കാസ സാന്ത മാർത്തയിൽ സേവനമനുഷ്ഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു അവസരമൊരുക്കി തന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാസ സാന്ത മാർത്തയിൽ താമസമാക്കിയതോടെ കാസ സാന്ത മാർത്ത പാപ്പയുടെ വസതിയായി മാറി. സാന്ത മാർത്തയിലെ എൻ്റെ സേവന മേഖല പാപ്പയുടെ ഭക്ഷണശാലയുടെ നേതൃത്വമായിരുന്നു. എന്നോടൊപ്പം ജോലി ചെയ്യുവാനായിട്ട് 10 സഹോദരങ്ങളും അടുക്കളയിൽ സേവനം അനുഷ്ഠിക്കുവാനായിട്ട് 5 സഹോദരങ്ങളും ഒരു സന്യാസിനിയും ഉണ്ടായിരുന്നു. കാസ സാന്ത മാർത്തയിലെ 7 വർഷങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവപരിപാലനയുടെയും വർഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് അവിശ്വസനീയമായിരുന്നു. ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ കർത്താവിൻ്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പയുടെ കൂടത്തിലാണ് ഞാൻ ദിവ്യബലിയിൽ പങ്കുചേരുന്നതെന്ന്. മാർപ്പാപ്പയെ കാണുവാനും മാർപ്പാപ്പയ്ക്ക് സേവനമനുഷ്ഠിക്കുവാനും മാർപ്പാപ്പയോട് സംസാരിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം ദൈവം തന്നത് ഞാൻ വലിയ ഭാഗ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂട്ടത്തിൽ ജീവിക്കുവാനും പാപ്പയുടെ ഭക്ഷണശാലയിൽ പാപ്പയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുവാനും പാപ്പയോട് സംഭാഷണം ചെയ്യുവാനും ഒക്കെയുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവിനെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ പിതാവ് തൻ്റെ ജീവിത മാതൃക കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. പാപ്പയുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് പാപ്പയുടെ ജീവിതം വളരെ ലളിതവും വളരെ സരളവുമായിരുന്നു. യാതൊരു വിധത്തിലുള്ള പ്രത്യേകതകളും പാപ്പ പ്രതീക്ഷിച്ചിരുന്നില്ല. പാപ്പയ്ക്ക് അത് താല്പര്യവുമില്ലായിരുന്നു. പരിശുദ്ധ പിതാവ് എപ്പോഴും തന്നെ ഏൽപ്പിച്ചിരുത്ത ദൗത്യത്തിൽ വ്യാപൃതനായിരുന്നു. ഒരിക്കലും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാപ്പയോട് ചോദിച്ചു, ലോകത്തിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും മരണങ്ങളുമൊക്കെ. അപ്പോൾ പാപ്പ ഞങ്ങളോട് പറയുകയുണ്ടായി, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനസ്സിൻ്റെ സമാധാനം എനിക്കിതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഒരിക്കൽ ഉച്ചഭക്ഷണം നമ്മളുടെ ഭക്ഷണശാലയിൽ പാപ്പ വർക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപ്പ പറയുകയുണ്ടായി, പാപ്പയ്ക്ക് പ്രായം ചെന്നവരോടും കുഞ്ഞുങ്ങളോടുമാണ് വളരെ താല്പര്യമെന്ന്. അപ്പോൾ എൻ്റെ ഒരു സന്യാസിനി പാപ്പയോട് പറഞ്ഞു, പാപ്പ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. അപ്പോൾ പാപ്പ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ പ്രായം ചെന്നവരുടെ കൂട്ടത്തിലുമല്ല കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലുമല്ല എന്ന്. അപ്പോൾ പാപ്പയുടെ മറുപടി ഇതായിരുന്നു, അവർക്ക് 2 പേർക്കുമാണ് നമ്മുടെ സഹായഹസ്തം ആവശ്യമുള്ളത് എന്ന്. പാപ്പ സാന്ത മാർത്തയിലെ 2ാമത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ മുൻ ന്യൂൻഷ്യായിരുന്ന എക്സലൻസ് ജോർജ് സൂർ എന്ന പിതാവും പിന്നെ ഒരു എക്സലൻസ് പ്രഭു എന്നൊരു ന്യൂൻഷ്യോ പിതാവും അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ പാപ്പ അവിടെ താമസമാക്കിയതോടെ ഈ 2 പിതാക്കന്മാരെയും വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അതിനായി ശ്രമിക്കുന്ന സമയത്ത് പാപ്പ പറയുകയുണ്ടായി, അവർ 2 പേരും അവിടുന്ന് എവിടെയും പോവുകയില്ല, കാരണം ഇത് അവരുടെ വീടാണ്, ഞാനാണ് ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പാപ്പയോട് പറഞ്ഞു, അപ്പോൾ അവർക്ക് വയ്യാണ്ടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പാപ്പ പറഞ്ഞു,
അവർക്ക് വയ്യാതെ വരുമ്പോൾ എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന സിസ് ഗാർഡ് അവരെയും നോക്കുമെന്ന്. അപ്പോൾ രാവിലെ എന്നും പാപ്പ ഇവരെ കാണുവാനായിട്ട് പോകുമായിരുന്നു. പ്രത്യേകിച്ച് അസുഖമായി കിടന്ന സമയത്ത് പാപ്പ എന്നും രാവിലെ പോയി ഈ പിതാവിനെ കാണുമായിരുന്നു. അപ്പം അങ്ങനെ പാപ്പ അവരുടെ കൂടത്തിലാണ് താമസിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. അവരെ അവിടെ നിന്ന് ഒരിക്കലും മാറ്റുവാനായിട്ട് പാപ്പ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നും വൈകുന്നേരങ്ങളിൽ ഞാൻ പാപ്പ ഭക്ഷണത്തിന് വരുന്ന സമയത്ത് ഞാൻ പാപ്പയുടെ മുറിയിൽ പോകും. അപ്പം പാപ്പയുടെ മുറിയിൽ പാപ്പയ്ക്ക് കുടിക്കാനായിട്ട് ഞങ്ങൾ 2 കുപ്പി മിനറൽ വെള്ളം എന്നും ഉണ്ടാവും. ഒരു ദിവസം പോയപ്പോൾ ഒരു കുപ്പിയിൽ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ വെള്ളക്കുപ്പി മാറ്റി പുതിയൊരു കുപ്പി വെച്ചു. പിറ്റേ ദിവസം പാപ്പ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഫിലോമിന, വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ വാട്ടർ? അപ്പം ഞാൻ പാപ്പയോട് പറഞ്ഞു, പാപ്പയെ ഞാൻ ആ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പം പാപ്പ പറഞ്ഞു, കുടിച്ചെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒരിക്കലും വെള്ളം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പാപ്പ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരിക്കൽ പാപ്പ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപ്പയുടെ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം ചീസ്, മൊസറല്ല എന്ന് പറയും, അത് നിലത്ത് വീണു. പാപ്പ അത് ആരോടും ഒന്നും പറയാതെ വേറെ അടുത്തിരുന്നൊരു സഹോദരി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ അതിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് പാപ്പ തന്നെ അത് നിലത്തുനിന്ന് എടുത്ത് പാപ്പയുടെ പ്ലേറ്റിലിട്ട് അത് ഭക്ഷിച്ചു. അത് കണ്ടപ്പോൾ പാപ്പയുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചിരുന്ന എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർ, അവർക്കത് ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം സാധാരണ നിലത്ത് വീണ ഒരു സാധനം നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാപ്പയെ സംബന്ധിച്ചോളം പാപ്പ അതെടുത്ത് സ്വന്തം പാത്രത്തിലിട്ട് ഭക്ഷിക്കുകയായിരുന്നു ചെയ്തത്. പാപ്പയ്ക്ക് പ്രത്യേകിച്ച് എല്ലാവരോടും വളരെ കരുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളവിടെ എല്ലാവരോടും. ഇപ്പോൾ പാപ്പ എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പാപ്പയുടെ പാസ്റ്റൽ വിസിറ്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ രാജ്യത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു സമ്മാനം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരുമായിരുന്നു. ഞങ്ങളൊരു 10-40ഓളം പേരുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുന്നവർ. എല്ലാവർക്കും പാപ്പ ആ രാജ്യത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സമ്മാനം. അപ്പം പാപ്പ പോകുമ്പോൾ പറയുമായിരുന്നു, ഇത്ര പേരുണ്ട്, ഇത്ര പേർക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അപ്പം പാപ്പ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. കാരണം ആ രാജ്യത്തെ ഇപ്പം പല രാജ്യങ്ങളിലും ഞങ്ങളവിടെ 7 വർഷത്തിൽ പാപ്പ പല രാജ്യങ്ങളും സന്ദർശിച്ചു. അപ്പോൾ ഓരോ രാജ്യത്തെയും ഓരോരോ സാധനങ്ങൾക്ക് കിട്ടുമ്പോൾ സാധനങ്ങളെക്കാളും ഉപരിയായിട്ട് ആ തന്ന വ്യക്തിയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ മഹത്വമാണ് ഞങ്ങളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരുന്നത്. സാന്താ മാർത്തയിൽ ജോലി ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മിനിസ്റ്റേഴ്സ് എന്ന് പറയും, മന്ത്രിമാർ. ഇപ്പം വത്തിക്കാൻ സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന 70ഓളം റെസിഡൻസ് മോൺസിഞ്ഞേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം പല ദിവസങ്ങളിലും കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ ബാക്കി വരും. അപ്പം നമ്മൾ ഈ ഭക്ഷണം നാളത്തേക്ക് പിറ്റേ ദിവസത്തേക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ ഞങ്ങളതെല്ലാം കളക്ട് ചെയ്തിട്ട് ഓരോ കണ്ടെയ്നേഴ്സിലിടും. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ രാത്രി 9:30 വന്നിട്ട് ഈ ഭക്ഷണമൊക്കെ പുള്ളി കൊണ്ടുപോയിട്ട് 5 ഭവനങ്ങളുണ്ട്. ആ 5 ഭവനങ്ങൾ, അതായത് പാവങ്ങളാണ്, അവരുടെ വീടുകളിൽ കൂടി കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം അവർക്ക് സെർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ മാർപ്പാപ്പയുടെ അടുക്കളയിൽ നിന്ന് വരുന്ന ഭക്ഷണം പാവങ്ങളുടെ വീടുകളിൽ വരെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പ പല ദിവസങ്ങളിലും ഞങ്ങളെ കാണുമായിരുന്നു. ഞങ്ങൾ രാത്രി 9 മണിക്ക് ശേഷം ഞങ്ങളൊരു ക്യാരിയറുണ്ട്, അതുമായിട്ട് വന്ന് ഞങ്ങൾ ഭക്ഷണമായിട്ട് പോകും. പക്ഷേ പാപ്പ ആരോടും ചോദിച്ചില്ല. അപ്പോൾ ഒരു ദിവസം പാപ്പ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടത്തിൽ ഒരു ദിവസം അത്താഴത്തിന് വരുമെന്ന് പറഞ്ഞു. പാപ്പയ്ക്ക് പിസ്സ ഇഷ്ടമാണ്, അപ്പം പിസ്സ കഴിക്കാം എന്ന് പറഞ്ഞ് വന്നു. അപ്പം അന്ന് വന്ന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ 6 സിസ്റ്റേഴ്സും പാപ്പയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാപ്പ ഞങ്ങളോട് ചോദിച്ചു, എന്നും ഒരു വണ്ടി ഉന്തിക്കൊണ്ട് പോരുന്ന കാണാമല്ലോ, ഇതെന്തുവാ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, പാപ്പ ഇങ്ങനെ ഭക്ഷണം നമ്മളിങ്ങനെ കൊടുക്കുന്നു. പാപ്പയ്ക്ക് വളരെ സന്തോഷമായി അത് കേട്ടപ്പോൾ. കാരണം നമ്മൾ സാധനങ്ങൾ നഷ്ടപ്പെടുത്താതെ വിശക്കുന്ന വയറിനെ നമ്മളതൊരു സാന്ത്വനമായിട്ടാണ് അത് മാറുന്നത്. അപ്പം പാപ്പയ്ക്ക് വളരെ സന്തോഷമായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ എൻ്റെ വ്യക്തിഗത ജീവിതത്തിലേക്ക് എനിക്കൊരു അനുഭവം പറയാനുള്ളത്, ഞാൻ സാന്താ മാർത്തയിൽ ചെന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിക്കൽ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ, അമ്മ ICUലായിരുന്നു. അപ്പോൾ എൻ്റെ സുപ്പീരിയർ പിറ്റേ ദിവസം കുർബാനയ്ക്ക് വന്നപ്പോൾ മാർപ്പാപ്പയോട് പറഞ്ഞു, പിതാവേ, സിസ്റ്റർ ഫിലോമിനയുടെ അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ അമ്മ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന്. ഉടനെ മാർപ്പാപ്പ പറഞ്ഞു, സിസ്റ്ററിനെ വേഗം വീട്ടിൽ പറഞ്ഞു വിട്, കാരണം മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ എന്ന്.
അങ്ങനെ ഞാൻ വീട്ടിൽ പോയി 15 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ഞാൻ എത്തുന്നത്. അപ്പം ഞായറാഴ്ച രാവിലെ ഞാൻ ഡൈനിങ് റൂമിൽ ചെന്നപ്പോൾ പാപ്പ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ വേണ്ടി ഞാനവിടെ പുറത്ത് കാത്തു നിന്നു. എഴുന്നേറ്റപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പം പാപ്പ തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, തിരിച്ചു വന്നോ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. 7 വർഷക്കാലം ഞാൻ ജീവിച്ചത് ഒരു മാർപ്പാപ്പ എന്നതിനേക്കാൾ കൂടുതൽ ഒരു വിശുദ്ധൻ്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നും ഓരോ മാർപ്പാപ്പയുടെ വയ്യാതായ സമയം മുതൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാപ്പയുടെ ഈ മരണ വാർത്ത കേട്ട് ആ സമയം മുതൽ ഇപ്പോഴും എൻ്റെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ പാപ്പയുമായിട്ടുള്ള ജീവിതങ്ങളാണ്, അനുഭവങ്ങളാണ്. ഈ പാപ്പയെന്ന് പറഞ്ഞാൽ പാപ്പ എപ്പോഴും ഒരു മാൻ ഓഫ് സർപ്രൈസസ് ആണ്. അപ്പം ഏത് സമയത്ത് പിന്നെ പാപ്പ ഒത്തിരി തമാശ പറയും. അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സമയത്തും അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം പ്രചോദനം തന്നിട്ടുണ്ട്. അനുഭവങ്ങളുണ്ട്. ദൈവാനുഗ്രഹമാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. ജീവിതകാലം മുഴുവനും തമ്പുരാന് നന്ദി പറഞ്ഞാലും തീരാത്തൊരു അനുഭവമാണ്, ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പയുടെ കൂട്ടത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതമായിട്ടാണ്. പിന്നെ പാപ്പയുടെ മരിയൻ ഭക്തി ആണ് നമുക്ക് പിന്നെ ഏറ്റവും വലിയൊരു നമുക്കൊരു കൂട്ടായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പാപ്പയുടെ മാതാവിനോടുള്ള ഭക്തി ദിവസവും 4 പൊന്തയാണ് മാർപ്പാപ്പ ചെല്ലാറുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, പാപ്പ ഇന്ന് ഈശോയുടെ കൂട്ടത്തിലാണ്. പാപ്പയുടെ മാധ്യസ്ഥം ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇനി ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ കൂട്ടത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്കൊരവസരം കിട്ടി. ഇനി സ്വർഗത്തിലിരുന്നു കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾക്ക് ഏവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. മാധ്യസ്ഥം വഹിക്കട്ടെ. പാപ്പയുടെ മാധ്യസ്ഥം ലോകസമാധാനത്തിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.